പുതിയതായിട്ടൊരു ചെറിയ ഒരു പരാതിയിലൊരു പരാമർശം ഉണ്ടല്ലോ. ഇല്ലേ, പിന്നെ എന്നെ വെട്ടാൻ വെട്ടിച്ചതൊക്കെ എടുക്കുമ്പോൾ കയർ പിടിക്കുമ്പോൾ അങ്ങനെ കയ്യിലെല്ലാം കയർക്കൊണ്ടെങ്കിലേ ഉള്ളൂ. കയറി പിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലല്ലേ കൊള്ളണ്ടേ? പിന്നെ സ്നേഹമില്ലാത്ത ഒരാളിനെ നിർബന്ധിച്ച് നമ്മൾ വിളിച്ചിട്ട് മേഡം, എനിക്ക് എന്താ വെച്ചാൽ അത്ര ഇടിയടിയും കൊണ്ട് 3 വർഷം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ അത്ര ഇഷ്ടം പോലെ ഇടിയടിയും കൊണ്ട് ഇന്ന് എനിക്ക് കൊള്ളാം, ഇന്ന് ഈ സ്ഥലത്തില്ല. അങ്ങനെ കണ്ട് ബാലരാമടുത്ത് വരാൻ പറഞ്ഞു. ഇവളെ വീടും സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയതാ ഇവളെ കൂട്ടത്ത്. അപ്പോൾ അവിടെ ബാലരാമപുരത്തായിരുന്നു ഇവര് താമസം? അപ്പം അല്ല, ഇവര് പിന്നെയും ബാലരാമടുത്ത് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവളെ വീട് പിന്നെ കുളത്താ. സുരേഷ് അവരെ ഇഷ്ടപ്പെടുവോ, ഞാൻ വരാമെന്ന് പറയുമോ? ഒന്നും ചെയ്യില്ല. വരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നീട് ഇവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അല്ല, നിങ്ങളെ ആ സ്ത്രീക്ക് ഭർത്താവില്ല, ഒരു മകളുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു മേഡം. ഭർത്താവില്ലാത്തത് മകളുള്ളതൊന്നും അറിയത്തില്ല? ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്ത് വിചാരിച്ചാ കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണ്, നമുക്ക് കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇവരെ വിളിച്ചോണ്ട് പോയ എന്റെ ഇവിടെ ഇവരെങ്ങനെയുള്ളവരാന്ന് അറിയത്തില്ല. ഒരു രാത്രിക്ക് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നവർ നിങ്ങൾ എന്താ ധരിക്കുക? അല്ല, ഇതുപോലെ ചോദിക്കും മേഡം, ചോദിക്കും. ഇതുപോലെ വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെങ്ങനെയാണെന്ന് ഇവരെ എന്നെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ പോയതാ. അപ്പൊ എനിക്ക് വീട് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇവള് ഈ സ്ത്രീ വിളിച്ചോണ്ട് പോയതാ. എന്തിനെന്ന് പറഞ്ഞാ വിളിച്ചോണ്ട് പോയി? നിങ്ങൾ രാത്രിയിലായപ്പോ നിങ്ങള് 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ നിന്നപ്പോ ഇങ്ങോട്ട് വാ, ബാലരാമപുരത്ത് വന്നേരെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ബാലരാമപുരത്ത് പോയി. എന്നിട്ട് പറഞ്ഞു വീട് അതെനിക്ക് അറിയത്തില്ല, ഞാൻ കാണിച്ചുതരാം വാ എന്ന് പറഞ്ഞു വിളിച്ചു. പുന്നക്കുളത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് സംഗതി. ഓ, അപ്പൊ പിന്നെ നമുക്ക് എന്നിട്ട് അവിടെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവരെ വീട്. അപ്പൊ ഇവരെ വീടൊന്നും അറിയത്തില്ല, വീടും അറിയത്തില്ല, എന്തിനാ കൊണ്ടുപോകുന്നൊന്നും അറിയത്തില്ല. അല്ല, ഈ സ്ത്രീ വിവാഹിതയാണെന്ന് അറിയത്തില്ല, മകളുണ്ടെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇവരെ അറിയായിരുന്നു? അത് കാര്യമായി. അല്ല, അവിടെ ചെന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അന്നേ രാത്രി അവിടെ ഉണ്ടായിരുന്നു, അവളെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള വിവരത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആ വീട്ടില് എന്തിനെന്നും പറഞ്ഞ് നിങ്ങൾ അന്ന് അവിടെ താമസിച്ചു? പറയൂ. എന്തിനാന്ന് വെച്ചാൽ അവര് എന്നെ വിളിച്ചോണ്ട് പോയത് എന്തിനാണ്? ഒരു പുരുഷനില്ലേ? ശരി, പോട്ടെ, നമ്മളത് അംഗീകരിക്കുന്നു. താമസിച്ചു. എന്നിട്ട് ഞാൻ അപ്പം പിറ്റേ ദിവസം അവിടെ പിന്നെ പറഞ്ഞ് അവളെ വീട് ഓല കെട്ടണം. ചെറിയൊരു കുടിയിൽ വീടാ. ഒരു മോളുണ്ട്, എനിക്ക് ഇങ്ങനെ ഭർത്താവ് പോയി, ഒരു കൊച്ചുണ്ട്, ഒരു പെൺകൊച്ചാണ്, 1 വയസ്സായും പോയതാണ്. എല്ലാ കാര്യവും എന്റെ മാമന്റെ വീട്ടിൽ വെച്ച് എല്ലാ കാര്യവും. പ്രസന്നെ, ഇദ്ദേഹത്തോട് നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അദ്ദേഹം സഹതപിച്ച് നിന്നെ ഞാൻ മരണം വരെ സംരക്ഷിച്ചോളാം, നിന്റെ മോളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചോണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞല്ലേ? അദ്ദേഹം വന്ന് താമസിച്ചു എന്നല്ലേ പറഞ്ഞേ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. വെറുതെ അദ്ദേഹം ഇങ്ങനെ ബാലരാമപുരത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലോട്ട് വന്ന് അവിടെ താമസിച്ചു. പിറ്റേന്ന് നിങ്ങൾ ഓല കെട്ടുന്ന കാര്യമാ പറഞ്ഞെന്നാ പറയുന്നത്. ഇതെന്തുവാ ഇത്? ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല, എന്റെ കൂടെ പണിക്കും വന്നിട്ടില്ല. ആദ്യം നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുന്നത് ഇവരെ? ഇവളെ ബന്ധു ഒരു വീട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്ത് മാമന്റെ അവിടെ കല്യാണത്തിന് വന്ന അങ്ങനെയുള്ള പരിചയം. 14 വർഷം. എന്റെ അനിയത്തി 3ാമത്തെ അനിയത്തി ഗർഭിണിയോടെ ഇന്നപ്പം വന്നതാണ്. ആ കൊച്ചിന് 14 വയസ്സായി. 15ാമത്തെ വയസ്സ് തുടക്കം. ഒരു മിനിറ്റ്, 24 വർഷമായിട്ട് താമസം? 24 വർഷം കൊണ്ട് താമസം. എന്റെ ഇള അനിയത്തി മോന് 12 വയസ്സാവും. 12 വയസ്സ് കഴിഞ്ഞ് 10 വർഷത്തിന് മുമ്പേ താമസമായതാ. അതിനും 10 വർഷത്തിന് മുമ്പേ താമസമായതാ. അപ്പൊ ഇവക്ക് കുഞ്ഞൊന്നും ഇല്ലായിരുന്നു. വേറെ പൊടിക്കൊച്ചാ. മേഡം മനസ്സിലാക്കി. ഞാനപ്പോ എന്നിട്ട് അവരുടെ ഈ ആരുമില്ല, നോക്കാൻ ആരുമില്ല, ഒരു വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഒരു കൊച്ചു വീട്, ആരും സംരക്ഷിക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കണക്ക് ഞാൻ വില ചെയ്ത് തരാം. എന്നെ മനസ്സാക്ഷി ദൈവത്തെ നിർത്തിയാ പറയാം, ഞാൻ വില ചെയ്ത് തരാം. അപ്പോൾ നീ എന്നെ സംരക്ഷിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്കൊരു വീടിനൊക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചും കൊണ്ട് ഒരു വീട് വെച്ചു. ലോണെടുത്തു. ലോണെന്ന് വെച്ചാൽ പിന്നെ ബ്ലോക്കിൻ്റെ ലോണാണ്. ഇവളെ അച്ഛൻ കൊടുത്തുന്ന ഇവളെ അച്ഛനും മറ്റും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കുളഞ്ഞ വീടാണ്. 4 സെൻറ്റ് വീട്. അതിനകത്തൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോൾ ആ കൊച്ചു പരുവായി. എന്നിട്ട് ആ കൊച്ച് പിന്നീടാണെങ്കിൽ കൊച്ചുള്ളതെന്നുള്ള എനിക്കറിയായിരുന്നു. ആ കൊച്ചു പരുവായി എങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കൊച്ചു എൻ്റെ കൂടെ തന്നെ നിന്നു. ലാസ്റ്റ് വരെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ നിന്ന് കൊച്ചങ്ങനെ പരുവായി. ഈ ഓലാട്ടാൻ വേണ്ടി അവിടെ പോയപ്പം കൊച്ചെവിടായിരുന്നു? കൊച്ചു അമ്മ തള്ളയുടെ വീട്ടിലായിരുന്നു. തള്ളയുടെ വീട്ടിൽ. അതാ അറിയാതെ പോയത്. ഈ മാമന്റെ വീട്ടിൽ കല്യാണത്തിന് വെച്ച് കണ്ടതിന് ശേഷം പിന്നെ അവിടെയായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടപ്പോഴും ഇവര് ഈ പിന്നെ ഇവരുമായിട്ടുള്ള ഇവരുടെ ഈ കുടുംബ പശ്ചാത്തലം ഒന്നും അറിയത്തില്ല എനിക്ക്. എല്ലാം അറിഞ്ഞു മേഡം. എന്റെ ഇള അനിയത്തി 3ാമത്തെ അനിയത്തി ഗർഭിണിയോടെ ഇന്നപ്പോഴാണ് ഈ മനുഷ്യടെ വന്നത്. ആ മോക്ക് 14 വയസ്സ് കഴിഞ്ഞ് 15ാമത്തെ വയസ്സാവും. എന്നിട്ടൊന്നും അറിയത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കുറച്ച് ദിവസം കുറച്ച്
ഒരു ബാഗിലൊരു തുണി, ഒരു പെട്ടിക്കകത്തൊരു തുണി ഇരിക്കും. ഞാൻ കെട്ടിയത് ആരെ ഉടുപ്പും ഷർട്ടൊക്കെ, ഒരു പാൻസ് ഉടുപ്പുള്ളൂ. അപ്പോഴേ പറഞ്ഞു ഈ കുഞ്ഞിന് ഇവർക്ക് വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവനൊറ്റ പിണങ്ങിപ്പോയി. മാഡം പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞ അങ്ങനെ പോട്ടെ, അവൻ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവനൊരു പിണങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പോട്ടെ, സാരമില്ല, നിനക്ക് ഞാൻ വില ചെയ്ത് തരാമല്ലോ. അങ്ങനെ ഞാൻ ജീവിച്ചായിരുന്നു. ജീവിച്ച് ഇനി എൻ്റെ വീട്ടുകാരെല്ലാം വെറുത്ത്. അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും പറഞ്ഞ് നിനക്ക് അവസാനത്തെ ഘട്ടത്തിൽ ആരും കാണത്തില്ല, നീ മാത്രമേ കാണത്തുള്ളൂ. നീ അവൾക്ക് ഇങ്ങനെ ചെയ്തൊക്കെ വേല ചെയ്ത് കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കാതെ ഉണ്ടാക്കി കൊടുക്കണ കാശുകളെല്ലാം പോവും എന്ന് പറഞ്ഞ്. അവസാനം ഇങ്ങനെ എന്നിട്ട് ആ കൊച്ചു പരിവായി 18 വയസ്സ് 19 വയസ്സായി. അപ്പോൾ കൊച്ചിന് ഇങ്ങനെ പറ ജോലി വന്നു, സംബന്ധം വന്നോട്ടെ. എനിക്ക് ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്ററിനകത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു, ഹെൽപ്പറായിട്ട്, ചിത്രയുടെ ചിട്ടിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ 225 രൂപ ശമ്പളം. എനിക്ക് എല്ലാം കൊണ്ടും എന്നെ കൊണ്ട് താങ്ങുന്നില്ല. ഈ കൊച്ചിൻ്റെ കല്യാണം വന്നു, ഇവരെല്ലാം കൂടെ സഹായിക്കാൻ തുടങ്ങി. ഇവളെ അമ്മ പറഞ്ഞ് അവർ 2 പവനിൽ ഒരു പിടി തരാം. ഇവളെ അനിയത്തി പറഞ്ഞ് 2 പവനിൽ ഒരു പവനിൽ ഒരു പിടി തരാം. വേറൊരു അനിയത്തി പറഞ്ഞു 1 പവനിൽ ഒരു പിടി തരാം. എല്ലാവരും പറഞ്ഞ് എന്താ, ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം ഈ കൊച്ചല്ലേ, അത് എന്നെ കൊച്ചിച്ചാന്നാണോ വിളിക്കണേ. അന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ, വേറെ എങ്ങും പോയിട്ടില്ലത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പെണ്ണിന് ടക്കനെ കല്യാണം വന്ന് ഉറപ്പിച്ചതും. ഞാൻ തന്നെ 50,000 രൂപയും കൊടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ സഹകരിക്കുമെങ്കിൽ എനിക്ക് 50,000 രൂപ തരാൻ ഞാൻ തയ്യാറാണ്. 50,000 ഈ പെണ്ണിൻ്റെ കല്യാണം നമുക്കെല്ലാവർക്കും സഹകരിക്കുന്നത്. അവസാനം ഞാൻ എന്ത് ചെയ്യാന്നറിയാം, ഇവർ ഈ 50,000 രൂപയും കൊടുത്ത് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ആ കല്യാണം മുടി വന്നു. അവസാനം ഇവർ ഈ കല്യാണം മുടി വന്നപ്പോൾ ഇവർ തരാമെന്ന് പറഞ്ഞത് തരുന്നില്ല. ഈ ഉരുപ്പടിയും കൊണ്ട് ഇവൾക്ക് ഒന്നും തികയില്ല. അപ്പോൾ എൻ്റെ ഒരു ചെറുക്കൻ്റെ ഒരു മാലയുണ്ട്, എൻ്റെ കൊച്ചു പയ്യ ഉണ്ടല്ലോ, അതിന് മുമ്പേ കൊച്ചു പയ്യനാണ്, അവന് ഒരു മാല 1 പവനിലെ മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ 1 പവനിലെ മാല അവന് വേണ്ടി ഉണ്ടാക്കി. അവൻ 2 മാലയുണ്ട്. നോക്കിയപ്പോൾ ഉരുപ്പടി ഒന്നും തികയില്ല. ഈ സ്ത്രീ ഇരിക്കുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇവർ ആ പെണ്ണിനെ ഒരു കമ്മൽ പൊട്ട് ഇത്രയും കാലമായിട്ട് മാച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നിട്ട് പറയുന്നത് സംരക്ഷകനായിട്ട് നിൽക്കണം, പിന്നെ അവരെ കുറ്റപ്പെടുത്തണ്ട. അത് എന്നിട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഇതെല്ലാം കഷ്ടപ്പെട്ട് ഇവർ ഒരു അനിയത്തി പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞ് അവളെ കല്യാണത്തിന് പോലും വന്നില്ല. ഒരു അനിയത്തി പൈസ കൊടുത്ത് 1 പവനിൽ ഉരുപ്പടിയാണ്. അമ്മ തള്ള 2 പവനിൽ ഉരുപ്പടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ പൈസ ഇല്ല, 1 പവനിലെ കൊണ്ടുവന്നു. 50,000 രൂപയില്ല. അവസാനം ഞാൻ കടക്കാരനായി. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കടക്കാരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു എൻ്റെ അവിടെ ഇല്ലേ. ഞാൻ നിവർത്തിയില്ല. ഞാൻ 1 ലക്ഷം രൂപ ഇവളറിയാതെ കടം എടുത്തു. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് 1 ലക്ഷം രൂപ കടം എടുത്തു ചെന്ന്. ആ കടം എടുത്ത് അതെല്ലാം കൂടെ പേടി. പിന്നെ കുറേ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് ഇതെല്ലാം ഞാനും കൂടെ അടച്ചടച്ച് അവസാനം എല്ലാം കുറേ ഇനി 1 ലക്ഷം രൂപ കടം വന്നായിരുന്നു എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കല്യാണം കഴിഞ്ഞ് ആ പെണ്ണ് ഒരു കൊച്ചുമായി. പിന്നെ അവൾക്ക് തന്നെ ഈ കല്യാണ സമയത്താണ് ഒരു വീട് വെച്ചത്. ആ പെണ്ണിന് ലോണിന് ഇവിടെ കുഞ്ഞമ്മയുടെ ഷെയർ അവൾക്ക് കൊടുത്തായിരുന്നു. അതിലൊരു വീട് വന്നായിരുന്നു, ഒരു ലോൺ വന്നായിരുന്നു. അങ്ങനെ ഞാൻ ലോൺ കൊടുത്തു. ലോൺ എടുത്തിട്ട് ആ വീട് വെച്ച് ഈ പെണ്ണിൻ്റെ കല്യാണത്തിനാണ് വീടും കൂടെ വെച്ചത്. അപ്പോൾ ഇവക്കൊരു വീട് വെച്ച് കൊടുത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ. ഇവളെ മോക്കൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട് പൂർത്തിയായില്ല. ശരിയാണോ അതൊക്കെ? ശരിയാവത്തില്ല. ലോണ് കിട്ടണം. അന്ന് 70,000 രൂപ കിട്ടി വീട്ടിന്. ആ പൈസക്കാണ് വീട് വെച്ചത്. ഇവർ എൻ്റെ മോക്ക് ഒരു 5 ദിവസത്തേക്ക് പോലും വീട് വെച്ചിട്ടില്ല. 70,000 കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് 2-3 വർഷത്തിനകത്ത് വീട് ഒരു നില കെട്ടണം, 2 റൂമ്, അത് 14 2 റൂമ്, ഒരു ഹാള്. സാറൊക്കെ എല്ലാവരും ഒരുവിധം അറിയാമെന്നുള്ളവരാ. ഇപ്പോഴത്തെ കാലത്ത് വെക്കാൻ ഒക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു കൊടുത്തില്ല. ഇതെല്ലാം ചെയ്ത് വന്നിട്ടിപ്പോൾ അവസാനം എൻ്റെ 4 പശു ഉണ്ടായിരുന്നു. എനിക്ക് 4 പശുവുണ്ട്. ഈ 4 പശു എല്ലാം കൂടെ ഉണ്ടായത് ഒരുപാട് കൊണ്ട് ഇത്തിരി 50,000 രൂപ എടുത്ത് വെച്ച വണ്ടി എടുത്ത് വയ്ക്കാൻ. ഒരു വണ്ടി എടുക്കണം എനിക്ക് പോകാൻ വേണ്ടിയൊക്കെ. വണ്ടി വേണമല്ലോ, നടന്നു പോയി കൂലിപ്പണിയല്ലേ, പണിക്ക് പോകാൻ പറ്റില്ല. ഒരു വണ്ടി എടുക്കാൻ അങ്ങോട്ട് ഞാൻ പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 പവനിലെ മാല എവളോട് കൈ കൊടുത്തത്. അപ്പോൾ എവള് പറഞ്ഞു നമുക്ക് 2 കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ അവൾക്ക് ഉരുപ്പടിയൊന്നും ഇല്ലായിരുന്നു, ഒരു കമ്മല മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പവനിലെ മാല ഞാൻ പറഞ്ഞു നിന്നെ ഇരിക്കട്ടെന്ന്. വണ്ടി എടുക്കാൻ പോയപ്പം പൈസ തയ്യില്ല, 70,000 പുറത്ത് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാലയിട്, ഞാൻ പണയം വെക്കട്ടെ പോകാമെന്ന് പറഞ്ഞ് സമ്മതിച്ചവൾ തേയില ഇട്ടുകൊണ്ടിരുന്ന സമയത്തിന് ഞാൻ മാല തന്നില്ല എന്താന്ന് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ എന്നോട് വഴക്കുണ്ടാക്കി. ഞാൻ ഇല്ലെന്നല്ല ഒരു അടി കൊടുത്തപ്പോൾ ഇവള് ഈ സ്പൂണുണ്ടല്ലോ, ഈ കത്തി പോലത്തെ കുത്തിയിരുന്ന സ്പൂണില്ലേ, അത് കൊണ്ടുവന്ന് എൻ്റെ കൈ കുത്തി. ഞാൻ അറിയുന്നില്ല. എൻ്റെ മോൻ ഇവിടെ ഉണ്ട്, അവൻ്റെ ചോദിച്ചു നോക്കണം, അവനാണ് ഈ മുട്ടു വെച്ച് കെട്ടിയതാണ്. ഞാൻ നോക്കി. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി, എവള് ഓടിക്കാന്നേ
ആൾക്കാരൊക്കെ പൊടി വളരെ നല്ല മുറിവ്. അവരെല്ലാം കൂടെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കഥവ് തുറക്കാൻ നോക്കുന്നു. താക്കോലും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഒരു കുഞ്ഞമ്മത്തള്ളേരെ മോളുണ്ടായിരുന്നു, അവളും കൂടെ ചെയ്ത പ്ലാനായിരുന്നു. ഈ പ്ലാനിൽ വെട്ടുകത്തി എടുത്തോണ്ട് അവരുടെ പുറകെ ഓടി എന്ന് പറയുന്നല്ലോ. ഇല്ല, ഓടങ്ങി കൈവെട്ടിയെന്ന് എൻ്റെ മോനെ ഇവിടെ ഉണ്ട്. എൻ്റെ മോനുണ്ട്, അത് സത്യം അവനറിയാം ഓടിയെങ്കിൽ. ഞാൻ ഒടുവിൽ ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ താക്കോലില്ല. എങ്ങനെ കഥ കൂട്ടും? എന്നിട്ട് അവരെല്ലാം കൂടെ പിടിച്ച് കൂട്ടി ആശുപത്രി കൊണ്ടുവന്ന് മരുന്നും വെച്ച് ഒരാഴ്ച വരെ ഇവിടെ ഇരുന്നത്. നേരെ നെയ്യാറ്റിങ്കര ആശുപത്രിയുടെ ഒക്കെ ചെന്ന് കിടന്നിട്ട് ഞാൻ അടിച്ചതെന്ന് പറഞ്ഞിട്ട് കേസാക്കി ഇവര് അടിച്ചെന്നാണ് ചവിട്ടിയെന്ന് പറഞ്ഞ് കേസ് ചെയ്ത് പോലീസ് അന്വേഷണം വന്നപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞ് അവൻ അടിച്ചിട്ടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, സാറിന് വേറെ ജോലിയില്ല, അവളെ അമ്മയുടെ കേസ് ഇതാ ഒന്നും കേസുണ്ടാക്കുക ജോലി. അയാൾ അപ്പോൾ എസ് ഐ പറയണം, കാഞ്ഞിരംകുളത്തിൻ്റെ എസ് ഐ പറയണം, സ്ത്രീ നിനക്ക് എന്തൊരു കുഴപ്പം, ആ പയ്യൻ നല്ലൊരു പയ്യനെ, അവനെ പറ്റി ഒരു അലിഗേഷൻ പറയുന്നില്ല. ഞാൻ യഥാർത്ഥ കള്ളത്തിനല്ല പറയുന്നത്, സത്യമാണ് പറയണേ. എന്നെ പറ്റി ഫോർട്ടി പറയുന്ന കേസല്ല. ഈ സ്ത്രീ എന്താ പറയുന്നത്? കള്ളത്തിനല്ലേ പറയുന്നത്. അവനെ അടിച്ചിട്ടൊന്നുമില്ലല്ലോ. കള്ളം മാഡം, അടിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ കേസ് കൊടുത്തത്? വീട്ടിലെ കേസ് അന്വേഷണം പോയി. ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അയൽവക്കക്കാരൊക്കെ പറഞ്ഞു അയാൾ അടിച്ചു. ചുമ്മാ മേഡം, അല്ലെങ്കിൽ മേഡത്തിന് അതാണ് ഞാൻ വെട്ടാൻ വെട്ടിച്ചത് ഇങ്ങോട്ട് പോകണം ഓടിന്ന് പറഞ്ഞു. ഈ ചാനലിൽ എന്നെ കണ്ണു കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആ മേഡം വിളിച്ചാൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ചെല്ലുക, ഞാൻ സുരേഷാണ്, ഈ സുരേഷിനെ പറ്റി അവിടുത്തെ നാട്ടുകാർ നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെല്ലുവരും. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആൾക്കാരൊക്കെ ഇന്ന് കാണും, ഇല്ല ഇന്നുള്ള ഒരു കാണും. എന്നെ പറ്റി എന്ത് പറയണമെന്നോ എന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു, നിന്നെ പറ്റി ഒരു അനാവശ്യം പറയുമെങ്കിൽ നീ ഇവനെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ലടാ, നീ ഇത്രയും മേലെ നല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചാനലിന് മുമ്പേ അവിടുത്തെ നാട്ടുകാർ ചെന്ന് അവിടെ ഞാൻ താമസിച്ച് 22 വർഷം താമസിച്ച് എൻ്റെ അവിടെ വന്ന് ഈ ഒരു നേരായ ഒരു അഭിപ്രായം എടുക്കാൻ പറഞ്ഞു. അവിടുത്തെ ആൾക്കാരെ വിട്ട് ഒരു അഭിപ്രായം, ഞാൻ നല്ലവനോ ചീത്തോ എന്നുള്ള അഭിപ്രായം മാത്രമാണ്. എന്നിട്ട് ഇവിടെ വെട്ടിയിട്ട് ആ കേസാണ് ഒടുവിൽ അവസാനം ഇവിടെ ഈ മാലയും ഈ 50,000 രൂപയും ഒളിച്ചു വെച്ചിട്ടാണ് എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത്. ഈ എന്ത് നിങ്ങൾ അങ്ങനെ ഒളിച്ചു വെച്ച എന്തിനാണ്? ഇല്ല മേഡം, എന്റെ ഈ പിണങ്ങാന് ഒരാഴ്ച മുമ്പേ വണ്ടിക്ക് വേണ്ടി മാല വാങ്ങിച്ച് പൈസ ഒന്നും എന്റെ കൈ തന്നിട്ടില്ല. മോൻ സത്യമായിട്ട് പറയുന്നു, ഇന്നും എവളോട് 50,000 രൂപയുണ്ട്, എൻ്റെ 2 പവൻ്റെ മാലയുണ്ട്, എൻ്റെ മോൻ്റെ കണ്ണൻ അവിടെ ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്, അവൻ്റെ ഉണ്ട് 1 പവൻ്റെ മാല. ഇത് സത്യമായിട്ട് ഞാൻ ഇവിടെ വനിതാസല്ലി കേസ് കൊടുത്തായിരുന്നു. എൻ്റെ എല്ലാ പേപ്പറുണ്ട്. അപ്പുറം ഇപ്പുറം വനിതാസല്ലി 2 പ്രാവശ്യം 3 പ്രാവശ്യം കേസ് കൊടുത്തു. ഞാൻ അന്നും പറയുന്നുണ്ട്, എൻ്റെ 2 പവൻ്റെ മാലയും 50,000 രൂപ എന്ന് തരുമോ അന്ന് ഞാൻ ഇവർക്ക് നിയമം അനുസരിച്ച് ചിലവിന് പൈസ കൊടുക്കും. ഇല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് ഇന്ന് ഞാൻ എന്നും കൊടുക്കും, എല്ലാ മാസവും കൊടുക്കും, 700 രൂപ 800 രൂപ ശമ്പളം മാസം തോറും കൊടുക്കും. അത് എൻ്റെ മനസാക്ഷി അനുസരിച്ച് അത് ഇന്നും കൊടുക്കും. ഈ മാസം കൊടുത്തില്ല, ഇവൾ കേസ് കൊടുത്തോണ്ട് കൊടുത്തില്ല. അവന് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ മാസം 2-ാം തീയതി അവൻ എൻ്റെ വീട്ടിൽ വന്നു, ഇവളറിയാതെ വരുന്നത്. അവന് ഞാൻ ചിലവിന് പൈസയും കൊടുക്കും, 100-150 രൂപയും കൊടുക്കും. ഇത് ഞാൻ എന്നും ചെയ്യും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അവരുടെ കണക്കിൽ 14, നിങ്ങളുടെ കണക്കിൽ 24 വർഷം അല്ലേ? ഈ 24 വർഷമായിട്ട് താമസിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെലവിന് കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? അവരുടെ നല്ല പ്രായം മുഴുവൻ നിങ്ങൾ കൂടെ താമസിച്ചു. ശരി തന്നെ മേഡം, പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് വെച്ചാൽ ഇവൾ അത് കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ ഈ ഇടയ്ക്ക് പോയായിരുന്നു. ഏത് ഭർത്താവിൻ്റെ കൂടെ? ഇപ്പോൾ ഒരു ഭർത്താവുണ്ട്. ചുമ്മാ കൂടെ പോകുന്ന ആൾക്കാരുടെ ഒരു ഭർത്താവുണ്ട്. എൻ്റെ ഞാൻ വെച്ചില്ലേ, ഞാൻ പറഞ്ഞു മേഡം പറഞ്ഞില്ലേ, ഈ വെച്ച വീടില്ലേ, ഞാൻ വെച്ചെന്നില്ലേ, ആ വീടിനെ ഇടിച്ചു പൊളിച്ചു. 2 നില കെട്ടിടത്തിന് ഇടിച്ചു പൊളിച്ചു. ഞാൻ വെച്ച വീടാണെന്ന് പറഞ്ഞ പേരിൽ എൻ്റെ വീടിനെ ഇടിച്ചു പൊളിച്ചു. എൻ്റെ വീട് പൊളിച്ചു. ആദ്യം വെച്ച പച്ചക്കല്ല് എടുത്ത് കെട്ടിയപ്പോൾ പിന്നെ ഈ പടിക്കെട്ടിൻ്റെ ഇടയ്ക്ക് സിമൻറ്റ് കല്ല് കെട്ടി. അപ്പോൾ മഴ വന്ന് ഈ പച്ചക്കല്ല് വെള്ളം വന്ന് വീഴും. അപ്പോൾ അങ്ങനെ അവിടെ കുഴികുളം ശശീലമാണ് ഒരു മുമ്പ് അവിടെ ആ സമയത്ത് ഓട്ടനാണ് നിൽക്കുന്നത്. ഞാൻ അപ്പോൾ മുമ്പ് ഏതാണ്ട് എൻ്റെ വീട്ടിൽ ചെവര് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ചെവര് ഏതാണ്ട് അങ്ങനെ വീണ്ടും അങ്ങേര് പറഞ്ഞ് പ്രശ്നം നിനക്ക് ഒരു ലോൺ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേര് കൊണ്ട് എഴുതി കൊടുത്തപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോനും ഭാര്യയും കൂടി പറഞ്ഞ് പ്രശ്നയ്ക്ക് ലോൺ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ വീട് എപ്പോഴാണ് മൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് 50,000 രൂപ 2ാമത് കിട്ടി. കുറേ സിമൻറ്റ് കല്ല് വാങ്ങിച്ചു കിടന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അകത്ത് ഇടയ്ക്ക് കെട്ടി പൊക്കാൻ പറഞ്ഞു. അത് കേൾക്കാതെ 4 ചുറ്റും സിമൻറ്റ് കല്ല് കെട്ടിയിട്ട് മുകളിലൊരു റൂമും കെട്ടി അങ്ങനെ ഈ മുകളിലത്തെ വെയിറ്റ് കൊണ്ട് അകത്ത് പച്ച കല്ലെല്ലാം ചെവരെല്ലാം പൊളന്ന്. അങ്ങനെ ഇപ്പം എനിക്ക് 2 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു തന്നാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം ഇടിച്ചു പൊളിച്ചാണ് ഇപ്പോൾ ഒരു വീട് വെച്ചത്. ബ്ലോക്ക് ഇടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ ഞാൻ പണി ചെയ്യുന്നവനാണ്. ഞാൻ വെച്ച വീടായതിൻ്റെ പേരിൽ അവളെ ഇടിച്ചു പൊളിച്ച്
അവളെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു ഫോട്ടോ കൊണ്ടുവച്ചെന്ന് ഫ്രെയിം ചെയ്ത് എൻ്റെ തുണിയും എൻ്റെ ഫോട്ടോയും കൂടെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഇവള് വലിയൊരു കുഴിയെടുത്ത് തീയിട്ടു. എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയില്ല. അല്ല അങ്ങനെ ചെയ്യാവോ? അവരുടെ അച്ഛന്റെ ഫോട്ടോയോ? എന്റെ അച്ഛന്റെ ഫോട്ടോ ചെയ്തില്ല. എന്റെ ഞാൻ കേട്ടേടാ എന്റെ അച്ഛന്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ടാക്കളെ. എന്നിട്ട് അച്ഛാ അത് അമ്മ എടുത്ത് അച്ഛന്റെ തുണിയായിട്ട് എടുത്ത് റോട്ടി മണ്ണെണ്ണ കുഴിയെടുത്ത് ആൾക്കാരുടെ ഇടയിൽ വെച്ച് തീയിട്ടത്. അതെനിക്ക് സഹിക്കാൻ ഫോട്ടോ ഒന്നും ചെയ്തില്ല, പക്ഷെ തുണി ഞാൻ തീയിട്ടു. അത് ശരിയാണോ? അത് അവരോടൊരു വാക്കുപോലും പറയാതെ അവരോടുമായിട്ട് ആലോചിക്കാതെ അവരുടെ ജീവിതത്തിന് യാതൊരു ഉത്തരവാദിത്തമായിട്ടൊരു മറുപടി ഇല്ലാതെ നിങ്ങൾ വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നില്ല. അത് വെറുതെ എന്ന് വെച്ചാൽ ഇവളെ കല്യാണം കഴിഞ്ഞ് ഇവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇവളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് പോലീസ് സ്റ്റേഷൻ പോയിരുന്ന 2 നമ്പർ മുഖാന്തരം വഴി എഴുതി വെച്ച് പോയത്. ആദ്യം അവർ രണ്ടുപേരും എഴുതി വെച്ച് പോയതാണ്. മേഡം കാഞ്ഞിരംകുളം സ്റ്റേഷനിൽ ഇന്നും എഴുതിയിട്ടുണ്ട് ഫയല്. ഞാൻ കള്ളത്തരം പറയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് വരച്ചു വെക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്. കതിരസൻ എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്, ഷാജി എന്ന് പറയുന്ന ഇപ്പോഴും അവിടെ ഭരിക്കുന്ന ഒരു നമ്പറുണ്ട്. ഇവർ രണ്ടും കൂടെ എഴുതി വെച്ച് ഇവക്കും വേണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് ഞാൻ 3ാമത് ഒപ്പിട്ടത്. ശരി, വേണ്ട, ശരി, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആ സമയം നിങ്ങൾക്ക് ആ സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുള്ളതിന്റെ പേര് നിങ്ങളെ വേണ്ട. പക്ഷെ അതേ ഇതിനകത്തൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു. 2000 രൂപ നിങ്ങൾ കൊടുക്കാന്ന് സമ്മതിച്ചില്ല. ഇല്ല അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ 2 പവനിലെ രൂപ, എന്റെ 2 പവനിലെ മാല, അന്ന് ഞാൻ നേരത്തെ മേഡത്തിന്റെ പറഞ്ഞില്ലേ എന്റെ 2 പവനിലെ മാല 50,000 രൂപ എന്ന് തരുമോ? നിയമം അനുസരിച്ച് എന്ന് തരുമോ? അന്ന് ഞാൻ കൊച്ചിന് ചിലവിന് കൊടുക്കാൻ തരാം. അല്ലെങ്കിൽ എൻ്റെ നിയമം അനുസരിച്ച് എൻ്റെ മനസ്സാക്ഷി എനിക്ക് എൻ്റെ കൊച്ചിന് ഞാൻ കൊടുക്കും. അത് ആരെ നിയമത്തിനില്ല. ഇവള് വനിതാസ്ഥലിൽ കേസ് കൊടുത്തു, അപ്പുറം ഇപ്പുറം കൊടുത്തു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൂലിപ്പണിക്കാരനാണ്. ഇന്ന് 1 മാസം കൊണ്ട് ഞാൻ 2 ദിവസം ജോലി ചെയ്തത്. ഞാൻ 2 ദിവസം പണിയായി. ഞാൻ കൂലിപ്പണിക്കാരനാണ്. ഇപ്പം എനിക്ക് ജോലി ആക്കില്ല, കാലൊടിഞ്ഞ് പൊട്ടിയതാണ്. ഞാൻ അങ്ങനെ ജീവിക്കുന്ന 1 മാസം തോറും കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് കിടക്കണം. 300 രൂപ വാടകയ്ക്ക് ഒരു കറണ്ടിലും വെള്ളമില്ലാത്ത വീട്ടിൽ കിടക്കാൻ ഞാൻ ഇപ്പം അറിയാം. അതെ സുരേഷ്, നിങ്ങളീ പറയുന്നത് ഈ സ്ത്രീ നിങ്ങളുടെ ഭാര്യയാണ് ഇപ്പോൾ, കേട്ടോ. നിങ്ങളുടെ ഒരു കുട്ടിയുണ്ട്. എൻ്റെ ഒരു കുട്ടി നിയമപരമായിട്ട് നിങ്ങളുടെ കുട്ടിയാണ്. ഈ നിയമപരമായിട്ട് ഈ സ്ത്രീയും നിങ്ങളുടെ ഭാര്യയാണ്. റെക്കോർഡൊക്കെ പിടിക്കട്ടെ. റെക്കോർഡില്ലെങ്കിലും അവർ ഭാര്യയായിട്ട് തന്നെ വരും. പിന്നെ അവർക്ക് ജീവനാംശം കൊടുക്കാനുള്ള ബാധ്യസ്ഥ ഒരു ഭർത്താവെന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമാണ്. നിയമം അനുശാസിക്കുന്നതാണ് ഈ പറയുന്നത്. കുട്ടിക്കും ചെലവിനെടുക്കാൻ നിങ്ങൾ നിയമപരമായി നിങ്ങൾ ബാധ്യസ്ഥനാണ്, കേട്ടോ. പിന്നെ അത് എത്ര കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് പിന്നെ ഈ 50,000 രൂപയുടെയും 2 ലക്ഷം നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ്. ഇപ്പോൾ നിങ്ങൾ അകന്ന് നിൽക്കണമെങ്കിൽ പോലും അല്ലേ, അതിലൊരു കണക്ക് പറഞ്ഞ് നമ്മൾ ഒരു തർക്കത്തിലേക്ക് പോകുന്നതൊരു അനൗചിത്യം ഉണ്ടെന്നാണ്. അനൗചിത്വം അല്ല സാറേ, ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി എൻ്റെ ഒരു കൂലിപ്പണിക്കാരനാണ്, എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റും. സമ്മതിച്ചു. ഞാൻ ഈ കൂലിപ്പണി കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യും? കൂലിപ്പണിക്കാരനാണ് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഇപ്പോൾ വേറൊരു ഭർത്താവും ഉണ്ട്. അതല്ല അതിപ്പോ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ട്. എനിക്ക് ഭാര്യയുണ്ട്. കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചോ? റെക്കോർഡ് കല്യാണം കഴിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2 ഭാര്യ ഉണ്ടെന്നാണ് പറയുന്നത്? ഇല്ല, എനിക്ക് എവളായിട്ട് എൻ്റെ ഒരു മോനുണ്ട്. ശരിയാ, ഇവര് ഇത്ര തരത്തിൽ എന്നെ പെരുമാറിയതിന്റെ ഫലമായിട്ടാണ് അവസാനം എനിക്ക് ഒരു ഗതിയില്ലാതെ വന്നപ്പോൾ ഞാൻ കെട്ടിയത്. എനിക്ക് ആരെങ്കിലും അവസാനം വെള്ളം തരണം സാറേ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം. അപ്പൊ നിങ്ങളുടെ ഭാര്യ എന്ന സ്ഥിതിക്ക് നിങ്ങൾ 2 കൂട്ടർക്കും ചിലവർക്ക് നിയമം അനുശാസിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ രീതി ഇതാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തല്ല ഇവരെ കയ്യിലായി. എനിക്ക് ഒന്നുമില്ല. ഞാൻ കയറി കിടക്കാൻ പോലും വീടില്ല സാർ. സാറിന് പറഞ്ഞു, മനസ്സാക്ഷിയായിട്ട് ഞാൻ പറയാ, എനിക്ക് കയറി കിടക്കാൻ പോലും വീട്. സ്വന്തം വീട് വാടകയ്ക്കാണ്. ഞാൻ വാടകയ്ക്ക് 300 രൂപ വാടക. എന്തിനായിരുന്നു സുരേഷ്? ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാ. അതെ, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല പ്രായത്തിലും ആ സ്ത്രീക്കും വലിയ പ്രായമൊന്നും ഉണ്ടായില്ല. അവിടെ പോയി നിങ്ങൾ താമസിച്ച ഭർത്താവായിട്ട് അവിടെ താമസിച്ചു. നിങ്ങൾക്ക് അത്രയും നിയമം അറിയാവുന്ന ആളായതുകൊണ്ടായിരിക്കും ബോധപൂർവ്വം ആ സ്ത്രീയെ നിയമപരമായിട്ട് കല്യാണം കഴിക്കാതിരുന്നത്. ഇല്ല എന്നായാലും അല്ലെങ്കിൽ പിന്നെ നിങ്ങളിപ്പോ ഇത്രയും നിയമം പറയുന്നു. ഞാൻ അവരെ കല്യാണം കഴിച്ചാൽ ഒരു റെക്കോർഡും ഇല്ല, ഇത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും കടമ നിങ്ങൾ നല്ലോണം നിർവഹിച്ചു. ഇല്ല എന്ന് പറയുന്നില്ല. ആ സ്ത്രീയുടെ കൂടെ സ്നേഹമായിട്ട് താമസിച്ചു, അവരുടെ മകളുടെ കല്യാണം നടത്തി. അതെല്ലാം നിങ്ങളുടെ കടമയുടെ ഭാഗമാണ് അല്ലേ? അത് ഞാൻ പറയുന്നില്ല. കടമായിട്ട് കൊടുത്തതാണോ? ഇല്ല. അങ്ങനെ കടവും കടമയും രണ്ടും രണ്ടല്ലേ? അപ്പൊ പിന്നെ അതിനിടയ്ക്ക് 2 പവന് 50,000 രൂപ, 2 പവന് അല്ല. വേറെ കാര്യം, എന്റെ അവസാനത്തെ സ്വത്ത് ഇത്രയായിരുന്നു. എനിക്ക് 4 പശു ഉണ്ടായിരുന്നു. ഈ 4 പശുവും വിറ്റ് അവളെ കാശെടുത്തു.